തലയ്ക്ക് പരിക്കേറ്റത് കൊണ്ടോ തലയ്ക്കകത്ത് രക്തസ്രാവം ഉണ്ടായത് കൊണ്ടോ അയാൾക്ക് ബ്രെയിൻ ഡെത്ത് ആവണമെന്നില്ല. ബ്രെയിൻ ഡെത്ത് ആവുന്നതിന് മുമ്പേ തന്നെ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു പോകാനുള്ള സാധ്യതയാണ് ബ്രെയിൻ ഡെത്ത് ആവുന്നതിനെക്കാട്ടിലും കൂടുതലുള്ളത്. അപ്പൊ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയാണ്. പ്രത്യേകിച്ചും ഈ ഓർഗൻ ഡൊണേഷന്റെ ഭാഗമായിട്ട് സർട്ടിഫൈ ചെയ്യുക. അല്ലാതെ ഇപ്പം ഒരാളെ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത് വലിയ പ്രശ്നമല്ല. നമ്മൾ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്നിയ ടെസ്റ്റ് നടത്തിയിട്ടാണ്. അപ്നിയ ടെസ്റ്റ്, അത് 2 അപ്നിയ ടെസ്റ്റ് നടത്തണം. അത് 6 മണിക്കൂർ ഇടവിട്ട് ചെയ്യണം. അതിപ്പം നമ്മുടെ നാട്ടില് കേസോട്ടോ എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്, കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. കേസോട്ടോ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ കീഴിൽ മൃതസഞ്ജീവനി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഓർഗനൈസേഷനാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ ഏതെങ്കിലും പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഡോണർ ഫോം ഉണ്ട്. അപ്പൊ അതിൽ രജിസ്റ്റർ ചെയ്യാം. അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് കാർഡ് ഡൗൺലോഡ് ചെയ്തതാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് പേഴ്സിൽ സൂക്ഷിച്ചു വയ്ക്കാം. കാരണം നമ്മൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വഴിയിൽ വെച്ച് മരിച്ചു പോവുകയാണെങ്കിൽ, അപകടം പറ്റി മരിച്ചു പോകണമെങ്കിൽ അത് കാണുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അത് വേറൊരു കാര്യം. ബ്രെയിൻ ഒഴികെ ബാക്കി അവയവങ്ങളൊക്കെ നമുക്കിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലാണ് നമ്മുടെ വൈദ്യശാസ്ത്രം നിൽക്കുന്നത്. അപ്പൊ ആൾറെഡി നമ്മൾ കുറച്ച് റീസൺസ് പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് നമ്മുടെ ഈ അവയവദാനം വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ കുറച്ച് റീസൺസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനപ്പുറം എന്താണ് അതിനെക്കുറിച്ച്, അതായത് കൾച്ചറൽ ആയിട്ടുള്ള ചില സംഗതികൾ ഉണ്ടല്ലോ ഇന്ത്യ പോലുള്ള സമൂഹത്തിൽ. അതെ അതെ, കൾച്ചറൽ ആയിട്ടുള്ള സംഗതികൾ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, അവയർനെസ് കുറവാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച്. കാരണം ഇവിടെ ഈ റിലീജിയൻ നമ്മളെ അധികം അങ്ങ് ഒബ്സ്ട്രക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു തോന്നല് പല കാര്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അതെ, എന്നാൽ പോലും കൾച്ചറൽ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതി ഇതിലുണ്ട്. പ്രത്യേകിച്ച് പല സമൂഹങ്ങളിലും ഇപ്പൊ മരണാനന്തരമുള്ള ജീവിതത്തെ അവര് ആ ഒരു രീതിയിൽ കാണുന്നുണ്ട്. മരണാനന്തരം ഇപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു അവയവം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുറിച്ചു മാറ്റിയാൽ തന്നെ ആ അവയവം മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകണം എന്ന് കരുതിയിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന സമൂഹം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർ അവയവം ദാനം ചെയ്യാൻ തീർച്ചയായിട്ടും വില്ലിങ്നെസ് ആയിരിക്കത്തില്ല. അവർക്ക് അവയറാണ്, എല്ലാ കാര്യങ്ങളും അവർക്ക് ഓക്കെയാണ്. പക്ഷെ ഈ ഒരു മതം പലപ്പോഴും അങ്ങനെ അതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവര് റിസീവ് ചെയ്യുന്നതിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പലപ്പോഴും. കാരണം റിസീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രീം ഇതിനോട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പോലും വില്ലിങ് അല്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഹീമോഗ്ലോബിൻ വളരെ കുറഞ്ഞു പോയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മാത്രമേ ഉള്ളൂ പോകാൻ വഴി. പക്ഷെ അവരുടെ ആ ഒരു വിശ്വാസം, ബ്ലഡ് ഒരു അന്യ മനുഷ്യന്റെ രക്തം അവരുടെ ശരീരത്തിൽ കയറ്റുന്ന അവരുടെ വിശ്വാസം സമ്മതിക്കത്തില്ല. മരിച്ചു പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന അങ്ങനെ ആൾക്കാരും ഉണ്ട്. അത് പക്ഷെ ഒരു എക്സ്ട്രീം ഇതായിട്ടൊക്കെ വരുള്ളൂ. പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാരിലും, അത്ര എക്സ്ട്രീം മതം പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരിലും നോർമലി മതത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി ശരീരത്തിലാണ് ഇടപെടുന്നത്. മതം അതിന്റെ കൾച്ചർ എല്ലാം കൊണ്ടൊന്ന് ഇടപെടുത്തുന്നത് ശരീരത്തിലാണ്. അത് വെച്ചിട്ടുള്ള കളികളാണ് മൊത്തത്തിലുള്ളത്. അതെ, തീർച്ചയായിട്ടും അത് ബാധിക്കുന്നുണ്ടാവും. ഈ ശരീരം നമുക്ക് മരണശേഷവും ആവശ്യമുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണല്ലോ നമ്മൾ പലപ്പോഴും ഈ മതത്തിന്റെ ഒരു ബേസിക് സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ മരിച്ച ശേഷമുള്ള സംഗതികൾ പറഞ്ഞാൽ നമ്മള് വിഷയം വിട്ട് ഒരുപാട് കടന്നു പോകും. കാരണം 2 ടൈപ്പ് 3 ടൈപ്പ് മതങ്ങളിലേക്കൊക്കെ കടന്നു പോകേണ്ടി വരും. അതെ, അപ്പൊ അത് ഇതിൽ വേറൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ആയിട്ട് നമ്മൾ ഈ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുക എന്നുള്ള ഒരു ശരിക്കും ഒരു വെല്ലുവിളിയാണ്. അത് ഞാൻ ചോദിക്കാൻ വന്നൊരു ചോദ്യമാണ്. എങ്ങനെയാണ്, ആരാണ് സർട്ടിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഘട്ടത്തിലാണ് ഇയാൾ ബ്രെയിൻ ഡെത്ത് ആയെന്ന് ഒരു പേഷ്യന്റിനെ ഉറപ്പിക്കുന്നത്? നമ്മൾ സാധാരണ ഗതിയിൽ ബ്രെയിൻ ഡെത്ത് ആവാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് എന്നുവെച്ചാൽ ബ്രെയിനിന് വരുന്ന സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറികൾ, ഇപ്പം ഒരു അപകടത്തിൽ പരിക്കേൽക്കുക, മുകളിൽ നിന്ന് വീഴുക, വാഹനം ഇടിക്കുക, അങ്ങനെയുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ തലച്ചോറിൽ ഉണ്ടാവുന്ന ഈ സ്ട്രോക്ക് പോലത്തെ അവസ്ഥകൾ, തലച്ചോറിൽ ഒരു അമിതമായ രക്തസ്രാവം ഉണ്ടാവുന്നു, BP ഒക്കെ കൂടിയിട്ട്, അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം പൂർണ്ണമായിട്ട് നിന്നു പോകുന്ന അവസ്ഥ, ഇപ്പം നമ്മൾ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ ബ്ലോക്ക് ആയി പോവുക, അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ ഹൈപ്പോക്സിക് ഇഞ്ചുറി എന്ന് പറയും.
ഈ 3 കണ്ടീഷൻസ് ആണ് സാധാരണഗതിയിൽ ബ്രെയിൻ ഡെത്തിലേക്ക് എത്തുന്നത്. എന്നാൽ പോലും ഇപ്പൊ ഇതാണ് ഇപ്പൊ തലയ്ക്ക് പരിക്കേറ്റ ഒരാള് മരിക്കുന്നത് ബ്രെയിൻ ഡെത്ത് വന്നിട്ട് ആവണമെന്നില്ല. ഇപ്പം തലയ്ക്ക് പരിക്കേറ്റത് കൊണ്ടോ തലയ്ക്കകത്ത് രക്തസ്രാവം ഉണ്ടായത് കൊണ്ടോ അയാൾക്ക് ബ്രെയിൻ ഡെത്ത് ആവണമെന്നില്ല. ബ്രെയിൻ ഡെത്ത് ആവുന്നതിന് മുമ്പേ തന്നെ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു പോകാനുള്ള സാധ്യതയാണ് ബ്രെയിൻ ഡെത്ത് ആവുന്നതിനെക്കാട്ടിലും കൂടുതലുള്ളത്. കാരണം അയാൾ കടന്നു പോകുന്ന സ്ട്രെസ്സും ബാക്കി കാര്യങ്ങളും ഒക്കെ വെക്കുമ്പോൾ അപ്പം ഈ നമ്മള് മറ്റേ സിനിമകളിലൊക്കെ കാണിക്കുമ്പോൾ ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ അയാളെ നമുക്ക് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ച് അയാളെ ആശുപത്രിയിൽ എത്തിച്ച് ബ്രെയിൻ ഡെത്ത് ആക്കി അയാളുടെ ഓർഗൻസ് എടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ വരുന്നത് ഈ ഒരു മിസ്കൺസെപ്റ്റിൽ നിന്നാണ്. കാരണം നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒരു വർഷം ഏറെക്കുറെ 4000-ത്തിലധികം ഈ റോഡ് അപകട മരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട് ഓരോ വർഷം. ഇപ്പൊ കഴിഞ്ഞ ഓരോ വർഷത്തെയും കണക്കുകളുടെ ഒരു ആവറേജ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ബ്രെയിൻ ഡെത്തിലൂടെ കടന്നു പോകുന്നുള്ളൂ. ഇപ്പം തലയ്ക്ക് പരിക്കേറ്റത് കൊണ്ട് മാത്രം ബ്രെയിൻ ഡെത്ത് ആവണമെന്നില്ല. ഈ ഒരുപാട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കടന്നു പോകാൻ ഒരു പ്രത്യേക അവസ്ഥ മാത്രമാണ് ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്. അത് അയാൾ വെന്റിലേറ്ററിലായിരിക്കുന്ന സമയത്ത് ആവുമ്പോൾ മാത്രമേ അത് നമുക്ക് ബ്രെയിൻ ഡെത്ത് ആണെന്നും പറയാൻ പറ്റുള്ളൂ. കാരണം വെന്റിലേറ്റ് ചെയ്യാതെ ഇപ്പം വെന്റിലേറ്ററിൽ സിവിയർ ഹെഡ് ഇഞ്ചുറി ഉള്ള ഒരാൾ ആശുപത്രിയിൽ എത്താൻ വൈകുകയോ മറ്റു കാര്യങ്ങളോ കൊണ്ട് അതിനു മുമ്പേ മരിച്ചു പോവാം. ഈ ഇഞ്ചുറി കൊണ്ട് തന്നെ ബ്രെയിൻ ഡെത്ത് ആവും. പക്ഷെ ബ്രെയിൻ ശ്വാസം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അയാൾ അതിനു മുമ്പേ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത് വെന്റിലേറ്റ് ചെയ്തിരുന്നെങ്കിൽ അയാൾ ബ്രെയിൻ ഡെത്ത് ആയനെ. അപ്പൊ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയാണ്. പ്രത്യേകിച്ചും ഈ ഓർഗൻ ഡൊണേഷന്റെ ഭാഗമായിട്ട് സർട്ടിഫൈ ചെയ്യുക. അല്ലാതെ ഇപ്പം ഒരാളെ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത് വലിയ പ്രശ്നമല്ല. ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ട് ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് കുറെ അധികം ലീഗലും മെഡിക്കലും ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടെ പരിഗണിച്ചുകൊണ്ടേ പറ്റുള്ളൂ. അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇപ്പൊ ഒരാള് ബ്രെയിൻ ഡെത്ത് ആണ് എന്നൊരു ഡോക്ടർക്ക് സംശയമുണ്ട്. കാരണം അയാൾക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, അയാൾ വെന്റിലേറ്ററിലാണ്, പൂർണ്ണമായും വെന്റിലേറ്റർ സപ്പോർട്ടിലാണ്. കാരണം വെന്റിലേറ്ററിൽ സെറ്റ് ചെയ്തേക്കുന്ന റെസ്പിറേറ്ററി റേറ്റ് അയാൾ എടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും മറ്റു മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ല, എന്ന് വെച്ചാൽ സെഡേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അയാൾക്ക് മസിൽ പാരാലിസിസ് വരാൻ വേണ്ടിയുള്ള മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനൊരു അവസ്ഥയിലാണ് അയാൾ ബ്രെയിൻ ഡെത്ത് ആണോ മറ്റു പെയിനോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പൊ നല്ല പെയിൻ, നല്ല വേദനിപ്പിച്ചാൽ പോലും അതിനോട് യാതൊരു റെസ്പോൺസും ഇല്ല. ഇപ്പോ ഈ മറ്റു വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടി ട്യൂബ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ട്യൂബില് നമ്മൾ അകത്തുള്ള കഫം സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ട്യൂബ് അകത്തോട്ടൊരു സക്ഷൻ ട്യൂബ് കണക്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് ചുമയ്ക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ടോ? അതൊന്നും ഇല്ല. പിന്നെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ സൈസ് നോക്കുമ്പോൾ കൃഷ്ണമണിക്ക് ലൈറ്റിനോടുള്ള റെസ്പോൺസ് അത് നോക്കുമ്പോൾ അത് ഇല്ല. സാധാരണഗതിയിൽ കണ്ണിൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കൃഷ്ണമണി ചുരുങ്ങണം നോർമലി, പക്ഷെ ആ റെസ്പോൺസ് ഇല്ല. തല അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചു നോക്കുമ്പോൾ കണ്ണ് മൂവ് ചെയ്യണം. ഡോൾസ് ഐ മൂവ്മെന്റ് എന്ന് പറയും. നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന പാവ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പാവയെ കിടത്തുകയും നിർത്തുകയും ചെയ്യുമ്പോൾ കണ്ണ് തുറക്കുകയും അടക്കുകയും ചെയ്യും. അതിനാണ് ഡോൾസ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ വെസ്റ്റിബുലോ സെഫാലിക് റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം ബ്രെയിൻ സ്റ്റെമ്മിന്റെ പ്രവർത്തനങ്ങളാണ്. എന്ന് വെച്ചാൽ ആളിന്റെ ബോധം ഇല്ലെങ്കിൽ പോലും ഈ ബ്രെയിൻ സ്റ്റെം പ്രവർത്തിക്കണം. ഈ സംഗതികൾ എന്ന് വെച്ചാൽ കണ്ണില് ലൈറ്റ് അടിക്കുമ്പോഴുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ കണ്ണിന്റെ മൂവ്മെന്റ്സ്, ഈ ചുമയ്ക്കാനുള്ള കഫ് റിഫ്ലക്സ്, ഈ സാധനങ്ങൾ, ശ്വാസം എടുക്കാനുള്ള ടെൻഡൻസി, ഇതെല്ലാം ബ്രെയിൻ സ്റ്റെമ്മിലെ പല പല ഏരിയകളിലാണ് ഈ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പൊ ബ്രെയിൻ സ്റ്റെം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊന്നും ഇല്ല എങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ അനുമാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇയാൾ ബ്രെയിൻ ഡെഡ് ആയിരിക്കാം എന്ന് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് സംശയം തോന്നുന്നത്. അപ്പൊ സംശയം തോന്നി ഇപ്പോ ഒരു ഓർഗൻ ഡൊണേഷന് പറ്റുന്ന ഒരു ആശുപത്രിയിലാണ് അയാളെന്നുണ്ടെങ്കിൽ അത് ഓർഗൻ ഡൊണേഷൻ ടീമിനെ ഇൻഫോം ചെയ്യുകയും അങ്ങനെ ആ ടീം പിന്നീട് പല ഘട്ടങ്ങളിലായിട്ടാണ് ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത്. പല ടെസ്റ്റുകൾ നടത്തും. അപ്പൊ അങ്ങനെ അതിനൊരു ടീമുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പൊ അതിനു മുമ്പ് ഈ ബ്രെയിൻ ഡെത്തിലേക്ക് എങ്ങനെ സർട്ടിഫൈ ചെയ്യാം. അപ്പോൾ ഈ ടീം വന്നിട്ട് ആദ്യം നോക്കുന്നത് ഇയാൾ എന്തുകൊണ്ടാണ് ഇയാൾ ഈ അവസ്ഥയിലായത്. അപ്പം തലയ്ക്ക് പരിക്കേറ്റിട്ടാവാം,
ഇപ്പൊ എന്തൊക്കെ ഇഞ്ചുറീസ് ഉണ്ട് അതൊക്കെ പരിശോധിക്കും. ഒപ്പം തന്നെ ഇയാള് ഈ ഒരു അനക്കവും ഇല്ല, ഒരു റെസ്പോൺസും ഇല്ലാതെ കിടക്കുന്നതിന് മറ്റു കാരണങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കും. എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡ്രഗിന്റെ പ്രവർത്തനം കൊണ്ടല്ല ഇയാൾ അനക്കമില്ലാതെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇയാൾക്ക് ഈ ഹൈപ്പോതെർമിയ എന്ന് പറയുന്ന കണ്ടീഷൻ, നമ്മുടെ ശരീരത്തിലെ ചൂട്, നമുക്ക് നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ നമ്മുടെ. അതൊരു 36 താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തണുത്തു പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ഇതുപോലെ ഒരു അവസ്ഥ സിമുലേറ്റ് ചെയ്യാം, ഇങ്ങനെ അനക്കമില്ലാതൊക്കെ കിടക്കാം. അല്ലെങ്കിൽ ശരീരത്തിലെ ചില ഈ ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നൊക്കെ പറയുന്ന ഇലക്ട്രോലൈറ്റ്സിന്റെ ഇംബാലൻസ് കാരണവും ഇതുപോലത്തെ അവസ്ഥയിലേക്കൊക്കെ പോകാം. ഇതൊന്നുമല്ല, മരുന്നിന്റെ എഫക്റ്റ് അല്ല, ആസിഡ് ബേസ് ഇംബാലൻസ് അല്ല, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അല്ല, ഹൈപ്പോതെർമിയ അല്ല, ഇങ്ങനെയുള്ള ഇതൊന്നും അല്ല എങ്കിൽ മാത്രമാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒന്നും ഇല്ല എങ്കിൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കണം. ഈ നേരത്തെ പറഞ്ഞ റിഫ്ലക്സുകളൊന്നും ഇല്ല എന്ന് ഉറപ്പ്. അപ്പോൾ നിശ്ചലനായി കിടക്കുന്ന ഒരു രോഗി ബ്രെയിൻ ഡെത്ത് അല്ലാതിരിക്കുന്ന, ഒരുപക്ഷെ ബ്രെയിൻ ഡെത്ത് ആവാം, അല്ലെങ്കിൽ അല്ലാതെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയെന്നാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് നമുക്ക് ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെയൊന്നും അല്ല, ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊന്നും അല്ല എന്ന് നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞു. ഈ കോമറ്റോ സ്റ്റേജിലാവാനുള്ള കാരണം ഇതൊന്നും ബ്രെയിനിന്റെ ഇഞ്ചുറി കാരണമാണ്. അപ്പം ഇനി ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്നിയ ടെസ്റ്റ് നടത്തിയിട്ടാണ്. അപ്നിയ ടെസ്റ്റ്, അത് 2 അപ്നിയ ടെസ്റ്റ് നടത്തണം. അത് 6 മണിക്കൂർ ഇടവിട്ട് ചെയ്യണം. അപ്നിയ ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ശ്വാസം എടുക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് ആദ്യം ചെയ്യുന്നത് ഈ രോഗിയെ, ഇപ്പൊ നമ്മൾ ബാക്കിയെല്ലാം റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്, അയാളെ കുറച്ചു നേരത്തേക്ക് 100% ഓക്സിജൻ കൊടുക്കും. 100% ഓക്സിജൻ ഒരു 10 മിനിറ്റത്തേക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്, രക്തത്തിലെ ഓക്സിജന്റെ അളവ്, അതൊക്കെ നോക്കും. അതിനുശേഷം ഇദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യും. എന്നുവെച്ചാൽ ട്യൂബ് വെച്ചേക്കും, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റും. എന്നിട്ട് ഓക്സിജൻ മാത്രം കൊടുക്കും. എന്നിട്ട് ഇയാള് സ്വന്തമായിട്ട് ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ളത് ക്ലിനിക്കലി നോക്കും. നെഞ്ച് അനങ്ങുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ അത് തുടരും. തുടരുന്നതിനിടയിൽ നമ്മൾ ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം നോക്കും. എന്ന് വെച്ചാൽ BP തീരെ കുറഞ്ഞു പോകുന്നുണ്ടോ, അതൊരു മിനിമം റേഞ്ചിൽ നിർത്തണം. മറ്റു ഓർഗൻസിലേക്ക് ഈ ആവശ്യത്തിന് ഓക്സിജൻ എത്തിക്കാനുള്ള അത്രയും ബ്ലഡ് പ്രഷർ വേണം. അപ്പൊ അത് തീരെ കുറഞ്ഞു പോകുന്നില്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ്. കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അപ്നിയ ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷൻ മോണിറ്ററിൽ കാണാമല്ലോ, ഓക്സിജൻ സാച്ചുറേഷൻ ഒരു 80 താഴെ പോകുന്നു, അല്ലെങ്കിൽ 85 താഴെ പോകുന്നു. അപ്പൊ അത് പെർസിസ്റ്റന്റ് ആയിട്ട് ഒരു 2-3 മിനിറ്റ് ഒക്കെ കുറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല, ഒരു 10 മിനിറ്റോളം രോഗിക്ക് ഈ BP ഫോൾ വന്നില്ല, സാച്ചുറേഷൻ ഫോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ABGയും കൂടെ, നേരത്തെ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് നോക്കും. എടുത്ത് നോക്കുമ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്, അത് ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത് ഒരു 40-അടുത്താണ്. അത് ഒരു 60 മുകളിലൊക്കെ ആണെങ്കിൽ പേഷ്യന്റ് ശ്വസിക്കുന്നില്ല എന്നാണ്. കാരണം അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് പോകുന്നില്ല. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അപ്നിയ ടെസ്റ്റ് കഴിഞ്ഞു, അപ്നിയ ടെസ്റ്റ് പോസിറ്റീവ് ആണ്, രോഗി ശ്വാസം എടുക്കുന്നില്ല. വീണ്ടും വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യും. എന്നിട്ട് നേരത്തെ കൊടുത്തോണ്ടിരുന്ന മെഡിസിൻസ് എല്ലാം അതുപോലെ തുടരും. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതേ ടെസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. കാരണം എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ, ജീവിച്ചിരിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ആ സമയത്തിനകത്ത് അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടതാണ്. 6 മണിക്കൂർ കഴിഞ്ഞ് ഇതേ ടെസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും അതും പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ടൈം എപ്പോഴാണോ അതാണ് ആ രോഗിയുടെ മരണസമയം. കാരണം ബ്രെയിൻ ഡെത്ത് ലീഗലി ഡെത്ത് ആണ്, നമ്മുടെ കോടതി പോലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ബ്രെയിൻ ഡെത്ത് ആണെങ്കിൽ അയാള് മരിച്ച ആളാണ്. അപ്പോൾ ആ ടൈമാണ് അയാളുടെ മരണസമയം. ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്തു. ഈ 4 ഡോക്ടർമാരും, 4 പേരടങ്ങുന്ന ടീമാണ് അത് സർട്ടിഫൈ ചെയ്യുന്നത്. 4 ഡോക്ടർമാരും അത് ഒപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഓർഗൻ റിട്രീവ് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആയിരിക്കും അല്ല. അതിപ്പം നമ്മുടെ നാട്ടില് കേസ് ഓട്ടോ എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. കേരള
സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, KSOTO എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ കീഴിൽ മൃതസഞ്ജീവനി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഓർഗനൈസേഷനാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. കേരളത്തില് ഏതൊരു സ്ഥലത്ത് മരണാനന്തരാവയവം നടക്കുന്നെങ്കിലും KSOTO വഴിയാണ് അത് നടക്കുന്നത്. അപ്പോൾ ഈ KSOTOയും ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊരു ന്യൂറോ സർജനോ ന്യൂറോളജിസ്റ്റോ ഉണ്ടാവും, പിന്നെ മറ്റ് അനസ്തീഷ്യ, എമർജൻസി മെഡിസിൻ അതിലുള്ള ഡോക്ടർമാരും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ബ്രെയിൻ ഡെത്ത്, ഒരു ആശുപത്രിയിൽ നടക്കുന്ന ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്ന 4 പേരടങ്ങുന്ന സംഘമുണ്ട്. അതിൽ ഒരാള് ആ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടറായിരിക്കും, ഒരാള് ആ ആശുപത്രിയുടെ സൂപ്രണ്ടോ അല്ലെങ്കിൽ ആ പദവി വഹിക്കുന്ന ഇൻചാർജ് ആയിട്ടുള്ള ആളായിരിക്കും, ആ ആശുപത്രിയുടെ ആളായിരിക്കും. 2 പേര് പുറത്തുനിന്നുള്ള ആളാണ്. അതിൽ ഒരാള് ഈ പറഞ്ഞ ഗവൺമെന്റ് KSOTOയുടെ പാനലിൽ നിന്നുള്ള, അവര് നേരത്തെ ഒരു KSOTOയുടെ മെമ്പർ അങ്ങനെയൊന്നുമല്ല, ഏതെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജനോ ന്യൂറോളജിസ്റ്റോ അനസ്തീഷ്യോളജിസ്റ്റോ ഒക്കെ ആവാം. അപ്പൊ ആ ഡോക്ടറായിരിക്കും. പിന്നെ ഒരാള് പുറത്തുനിന്നുള്ള മറ്റൊരു ഡോക്ടറും. അതായത് അത് വളരെ സുതാര്യമായി ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതങ്ങനെയാണ് അതിന് ഫോം ചെയ്തിരിക്കുന്നത് സർട്ടിഫിക്കേഷൻ ടീം. ഓരോ മേഖലയിലും ഇങ്ങനെയുള്ള പാനലോ പുറത്തുനിന്നുള്ള ഡോക്ടർമാരുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ മാസത്തെയും ഡ്യൂട്ടി ലിസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ട്. ഇന്ന ദിവസം ഒരു കോള് വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യേണ്ട ഡോക്ടർമാരുടെ ലിസ്റ്റ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മള് പബ്ലിക്കിനെ സംബന്ധിച്ച് ഒരു ആൾ ബ്രെയിൻ ഡെത്ത് എന്ന് കിട്ടിയാൽ നമുക്കത് പൂർണ്ണമായി വിശ്വസിക്കാം, വിശ്വസിക്കാം. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പ്രൊസീജിയറുകൾ ഉണ്ടല്ലോ, ഈ അപ്നിയ ടെസ്റ്റ്, മറ്റേ ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും വീഡിയോ റെക്കോർഡും ചെയ്യുന്നുണ്ട്. അത് 10 വർഷം, മിനിമം 10 വർഷമെങ്കിലും അത് സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും പബ്ലിക്കിനെ സംബന്ധിച്ച് ഇത് വളരെ കൃത്യമായൊരു അറിവാണ്, ഒരു ഇൻഫർമേഷൻ. കാരണം ഇവിടെ ഇങ്ങനെ മറ്റു പറഞ്ഞ മാൽ പ്രാക്ടീസസോ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഈ 4 ഡോക്ടേഴ്സിൽ 4 പേരും ഒരിക്കലും ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കില്ലല്ലോ. അതിൽ ഒരാൾക്ക് തന്നെ അതിനെ തടയാൻ പറ്റും. അത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സിനിമകളിൽ കാണിക്കുമ്പോൾ അത് എളുപ്പമാണ്. ഈ മരണാനന്തര അവയവദാനം എന്ന് പറയുന്നത് ഈ 4 ഡോക്ടർമാരുടെ മാത്രം കാര്യമല്ല. ഇത് ഈ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യര് ചേർന്നാണ് ചെയ്യുന്നത്. ഒരേ സമയം 2 സർജറി. അത് ഡോക്ടർമാര് മാത്രമല്ല അവിടെ ഇൻവോൾവ് ആയിരിക്കുന്നത്. നഴ്സുമാരുണ്ട്, ബാക്കി ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ബാക്കി ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റ് നടക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 50-60 മനുഷ്യർ അതിൽ ആക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പൊ അത്രയും ആൾക്കാര് വളരെ നിഗൂഢമായിട്ട് ഗൂഢാലോചന നടത്തി മാത്രമേ, അത് നടത്താൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാവുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നമ്മളെ മീഡിയ ഇതൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ അവയവദാനത്തിന്റെ പെർസെന്റേജ് കുറഞ്ഞിരിക്കാൻ ഒരു കാരണം ഈ മീഡിയയും നമ്മുടെ ഈ എന്താ പറയുക എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി, സിനിമയൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു പുകമറയാണ്. അതെ, നമ്മൾ കണ്ടിട്ടുള്ള പഴയ കാലം തൊട്ടേ നമ്മൾ കണ്ടിട്ടുള്ള കുറെ സിനിമകളുണ്ട്. നിർണയം പോലുള്ള സിനിമകളൊക്കെ തന്നെ ഈ അവയവദാനത്തെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന മറ്റു നടപടിയാണ്. കിഡ്നി എടുത്തോണ്ട് പോയി, ആരും അറിഞ്ഞിട്ടില്ല. ഒരുപാട് സിനിമകളിൽ ഏതെങ്കിലും ഒരു കഴിഞ്ഞാൽ ഏതെങ്കിലും പെട്ടിക്കട പോലത്തെ അല്ലെങ്കിൽ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിലൊക്കെ വെച്ചിട്ട് അവയവം അവിടെ കൊണ്ടുപോയി ആളിനെ കൊന്ന് അവയവം എടുത്തുകൊണ്ട് പോകുന്ന ഇതിൽ അങ്ങനെയൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവയവം ഒന്നും സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്തോട്ട് വരുമ്പോ ഇപ്പൊ നമ്മൾ ഏകദേശം ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നിടം വരെ എത്തി. ഇനി വരേണ്ടത് ആർക്കാണ് ഒരു ഡോണർ ആവാൻ പറ്റുന്നത്? ആർക്ക് വേണം, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ KSOTOയുടെ അല്ലെങ്കിൽ നാഷണൽ ഓർഗൻ ഡൊണേഷന്റെ പോർട്ടലുണ്ട്, നോട്ടോ എന്ന് പറയുന്നത്. കേരളത്തിൽ KSOTO എന്ന് പറയുന്നത്, നോട്ടോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഏതെങ്കിലും പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡോണർ ഫോം ഉണ്ട്. അപ്പൊ അതിൽ രജിസ്റ്റർ ചെയ്യാം. അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് കാർഡ് ഡൗൺലോഡ് ചെയ്തതാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് പേഴ്സിൽ സൂക്ഷിച്ചു വയ്ക്കാം. കാരണം നമ്മൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വഴിയിൽ വെച്ച് മരിച്ചു പോവുകയാണെങ്കിൽ, അപകടം പറ്റി മരിച്ചു പോവുകയാണെങ്കിൽ അത് കാണുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെ മറ്റൊന്ന്, ആ ഡോണർ കാർഡ് നമുക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ പോലത്തെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കാണുന്ന സുഹൃത്തുക്കൾ അപ്പൊ അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇതൊന്നും ഇപ്പൊ കയ്യില് കാർഡില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന്
ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കളെ ഇതൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആ സമയത്ത് ഭയങ്കര വൈകാരികമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ പ്രയാസമായിരിക്കും. അപ്പൊ ആ സുഹൃത്തുക്കൾക്കായിരിക്കും കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ആ സമയത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ഒരു രോഗി വരുമ്പോൾ അയാളെ കുറിച്ച് നമുക്കൊരു ധാരണയില്ല, അജ്ഞാതനായിരിക്കാം. നമുക്ക് അയാളുടെ ആധാർ കാർഡ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും ആ സമയത്ത്. അത് വെച്ചിട്ട് നമുക്ക് പരിശോധിച്ച് ഇയാൾ ഇങ്ങനെ ഒരു അങ്ങനെ എന്തെങ്കിലും അങ്ങനെ നിലവിൽ നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു സംഗതി പക്ഷെ അങ്ങനെ വന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റ് ഇപ്പൊ സ്പെയിനിലേക്ക് പോലെ ഓപ്റ്റ് ഔട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ കുറച്ച് ഒരുപക്ഷെ ഇന്ത്യയിൽ അങ്ങനെ നിയമം കൊണ്ടുവരണമെങ്കിൽ വളരെ പ്രയാസമാണ്. അത് ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ നിന്ന് നമ്മുടെ ആഗ്രഹം കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അവയവം വേണ്ട രാജ്യവും ഇന്ത്യ തന്നെ ആയിരിക്കും തോന്നുന്നു. ഇത്രയും ട്രാഫിക്, ഇത്രയും പോപ്പുലേഷൻ ഒക്കെ ഉള്ള രാജ്യം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലുള്ള രോഗങ്ങൾ വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും ഈ കിഡ്നി ഫെയിലിയർ അങ്ങനെയുള്ള സംഗതികൾ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ രോഗങ്ങളാണ്. ഇപ്പം രണ്ട് കിഡ്നിയും ഫെയിലായി പോകുന്ന അവസ്ഥയുള്ള രോഗികളെ എടുത്തു കഴിഞ്ഞാൽ ദീർഘകാലം ഡയബറ്റിക്കോ ഹൈപ്പർ ടെൻസീവോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. അല്ലാത്ത അസുഖങ്ങളുണ്ട് എന്നാൽ പോലും. അപ്പോ ഡയബറ്റീസിന്റെ ഒരു ക്യാപിറ്റലാണ്, ലോകത്തിലെ ഡയബറ്റീസിന്റെ ക്യാപിറ്റലാണ് ഇന്ത്യ. ആ ഇന്ത്യയിലെ ഡയബറ്റീസിന്റെ ക്യാപിറ്റലാണ് കേരളം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മള് അതിലേക്ക് മറ്റൊരു സമയം വരാമെന്ന് വിചാരിക്കുന്നു. ആർക്കാണ് ഒരു റിസീവർ ആവുക, അല്ലെങ്കിൽ റിസീവർ ആവാൻ വേണ്ട യോഗ്യതകൾ? അപ്പോൾ ഈ പറഞ്ഞ അപ്പൊ ഏതൊക്കെ അവയവങ്ങളാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ചോദ്യവും കൂടെ അവിടെ ചോദിക്കാൻ വന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എന്ത് വേണമെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അത് വേറൊരു കാര്യം. ബ്രെയിൻ ഒഴികെ ബാക്കി അവയവങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലാണ് നമ്മുടെ വൈദ്യശാസ്ത്രം നിൽക്കുന്നത്. എന്നാലും നമുക്ക് വേണ്ടത് നമ്മുടെ ജീവനും ജീവിതവും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ ട്രാൻസ്പ്ലാന്റേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ടും ഹൃദയം, ശ്വാസകോശം ഇത് രണ്ടും കൂടി ഒരുമിച്ചും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഹാർട്ടും ലങ്ങും കൂടി ഒരുമിച്ചും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. പിന്നെ ലിവർ, കിഡ്നി, പാൻക്രിയാസ്, നമ്മുടെ കുടൽ, ചെറുകുടല് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. കൈപ്പത്തികൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അതുപോലെ തന്നെ ബോൺസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ലിഗമെന്റ്സ്, നമ്മുടെ ജോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ്സ്, ടെൻഡൻ, നെർവ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. സ്കിന്ന് വെക്കാം. കണ്ണെന്ന് പറയുമ്പോൾ കണ്ണിന്റെ കോർണിയാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. കണ്ണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഇങ്ങനെ കാർട്ടിലേജസ്, പ്രധാനപ്പെട്ട അവയവങ്ങൾ മിക്കവാറും എല്ലാം തന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ് ശരിക്കും.